ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുഞ്ഞമ്മത്തി ഈ പീര പറ്റിക്കണതാണ് കാണിക്കണേ കേട്ടോ. അപ്പോൾ നല്ല ഒരു തോരൻ ടൈപ്പാണിത്. ചോറിന് ഉണ്ണാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. ഇതൊരു 1/2 കിലോ മത്തി ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ ഇതിനൊരു അരപ്പുണ്ടാക്കി എടുക്കണം. അപ്പം നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 കിലോ മത്തിയല്ലേ ഉള്ളൂ, അപ്പം ഇത്ര മതി. പിന്നെ 2-3 പച്ചമുളക്, പിന്നെ 2 വെളുത്തുള്ളി, പിന്നെ 3-4 ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില. അപ്പം ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, സിമ്പിൾ പരിപാടി. മത്തിയായ കാരണം നല്ല ടേസ്റ്റ് വേണം കേട്ടോ അതിന്. പച്ചമുളകും ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. അപ്പം നമ്മളിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, ഇഞ്ചിയും പച്ചമുളകും. ഇനി തേങ്ങ ഇടാം. ഈ മത്തിക്ക് തേങ്ങ മതിയാവും, പക്ഷെ എത്ര തേങ്ങ ചേർത്താലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പച്ചമുളകിൻ്റെ കാരം, ഇത് ചെറിയുള്ളി, വെളുത്തുള്ളി, നമുക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് ചതച്ചെടുക്കാം. ഉള്ളി ചതഞ്ഞ് കിട്ടണവർ. അപ്പം നമ്മളിത് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ചട്ടിയിലാണ് നമ്മൾ പീര വറ്റിക്കുന്നത് കേട്ടോ. നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. അപ്പം ആദ്യം നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. ഇനി മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടി കേട്ടോ. കുറച്ചിട്ടാൽ മതി, നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. മഞ്ഞൾപ്പൊടി, ഒരു ശകലം കുരുമുളക് പൊടി ഇട്ടോ. നമുക്ക് കുരുമുളക് ഉണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ചതയ്ക്കുമ്പോൾ, തേങ്ങ ഒതുക്കിയെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. ഇത് വേണമെന്നൊന്നുമില്ല കേട്ടോ, ഒരു ടേസ്റ്റിന്. നമുക്ക് ഈ ഒതുക്കി വെച്ച തേങ്ങയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ടതാണ് കേട്ടോ. അത് കുടംപുളി ആണെങ്കിൽ 2 ചുള കുടംപുളി ഇട്ടാൽ മതി. ഇപ്പം ഞാൻ പുളിയാണ് ഒഴിക്കണത്, അപ്പോൾ കുടംപുളി ഇല്ല എൻ്റെ കയ്യിൽ. ഇതിൽ പിന്നെ തീരെ വെള്ളം ചേർക്കരുത് കേട്ടോ. അതാണ് ഇങ്ങനെ കുറുക്കിയെടുത്തത് പുളി. ആവിയിൽ വേവുന്നൊരു സാധനമാണ്. അപ്പം നമ്മൾ തീരെ വെള്ളം ഒഴിക്കാൻ പാടില്ല, പിന്നെ ഇതിലൊക്കെ ഉള്ള വെള്ളം ഉണ്ടാവും. നമുക്ക് ഒന്ന് ഇങ്ങനെ കൂട്ടിക്കുഴച്ച് പൊത്തി നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അടച്ചു വെച്ച് കൊടുക്കുക. നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കുക, അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇനി ഇതവിടെ ഇരുന്നിട്ട് തിളയ്ക്കുന്നവരെ നമുക്ക് ഹൈയിലിട്ട് കൊടുക്കുക. പിന്നെ സിമ്മിലാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് നേരം, ചാള വെന്ത് കിട്ടുന്ന സമയം വരെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ മീനിന്നും ഇതെന്നൊക്കെയുള്ള വെള്ളം കുറച്ച് വന്ന് പുളിയുടെ വെള്ളമൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് തീരെ വെള്ളമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിക്കുക കേട്ടോ. അത് വറ്റിച്ചെടുത്താൽ മതി, വറ്റി കിട്ടും പെട്ടെന്ന്. ഇപ്പം നമ്മുടെ ഇത് തിളച്ചിട്ടുണ്ട്, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനത്തെ ഡിഷൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതലും കയ്യിലിട്ട് ഇളക്കാതിരിക്കുകയാണ് നല്ലത്. മീൻ പൊടിഞ്ഞു പോകും. ഇങ്ങനെ ചട്ടി കത്തി കൊടുക്കുക. നമുക്ക് സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം വെക്കാം കേട്ടോ, ഒരു 10 മിനിറ്റ് നേരം. നമുക്ക് തുറന്ന് നോക്കാം. ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ.
ഇളക്കി തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ അരപ്പും പുളിയും ഉപ്പൊക്കെ അതിൻ്റെ എല്ലാ വശത്തേക്കും പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കയ്യിലുകൊണ്ട് ഒന്ന് പയ്യെ ഇളക്കി കൊടുത്താൽ മതി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ, ചൂടുണ്ട് ഇത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് നമ്മളിത് ഇളക്കാൻ കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിക്കാത്തതാണല്ലോ നമ്മൾ. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് എടുക്കാം. പായിട്ടുണ്ട്. നമ്മൾ ഇത് പാത്രത്തിലേക്ക് എടുത്തു കേട്ടോ. പാത്രത്തിലേക്ക് എടുക്കുന്ന ഭാഗം വീഡിയോ ഓഫായി പോയി. അതാണ് ഇപ്പം നമ്മുടെ മത്തി പീര വറ്റിച്ചത് ഇതാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു പീര പറ്റിച്ചതാണ്, മത്തി പീര പറ്റിച്ചത്. ഈ ചെറിയ മത്തിയാണ് കേട്ടോ അതിന് നല്ലത്. പിന്നെ കൊഴുവ അങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകളും ഇങ്ങനെ ചെയ്യാൻ നല്ലതാണ്.